അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരും ബഹുമാനികളുമായ വിശ്വാസിനികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി മുതൽ ഈ ലോകത്തിലേക്ക് സർവ മാനവകുലത്തെ തന്നെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. സൃഷ്ടിയുടെ പടപ്പിൻ്റെ തുടക്കം അത് ആകാശലോകത്തിൽ വെച്ച് നാം ആകാശത്തിൽ നിന്ന് ഒരു പിടി മണ്ണുകൊണ്ട് മാനവ സമൂഹത്തിൻ്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു തആല തുടക്കുകയാണ്. എന്നിട്ട് ഈ ലോകത്തിലേക്ക് ആ മനുഷ്യ സമൂഹത്തെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു താക്കീതുണ്ട്. നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് എന്നെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് അത്ഭുതമായ ഒരു താക്കീത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയാണ്. മാത്രമല്ല, ഈ ലോകത്തിലേക്ക് കടന്നു വന്ന 1,20,000 പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ആദ്യമായും പ്രധാനമായും ഈ സമൂഹത്തോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം, അവനോട് നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ആദ്യമായും പ്രധാനമായും പഠിപ്പിച്ചത് ഈ കാര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു താക്കീതുണ്ട്. എന്താണ് ആ താക്കീത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. തീർച്ചയായും പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടില്ലാതെ? അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന ഒരു ദിവ്യബോധനം പഠിപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ കൊണ്ട് പഠിപ്പിച്ചു തരുമ്പോൾ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തീരുമാനം ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത് അവനെ ആരാധിക്കാൻ മാത്രമാണ്. അവനോടുള്ള കടപ്പാടുകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ കടപ്പാടുകൾ തീർക്കാൻ വേണ്ടി കടന്നു വന്നവരാണ് മനുഷ്യ സമൂഹം. ആ കടപ്പാടുകളെ നേരിട്ട് കൊണ്ട് തീർക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് മാനവ സമൂഹം. എന്നാൽ ഇന്നത്തെ മാനവ സമൂഹം തനക്ക് കഷ്ടപ്പാടുകൾ വന്നാൽ, തനക്ക് പ്രയാസങ്ങൾ വന്നാൽ, തനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ, ആ ബുദ്ധിമുട്ടുകളെ ഇറക്കി വെക്കാൻ, ആ കഷ്ടപ്പാടുകളെ ഇറക്കി വെക്കാൻ, ആ പ്രയാസങ്ങളെ ഇറക്കി വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച് വെച്ച ചില സൃഷ്ടിജാലങ്ങളെ, അള്ളാഹുവിൻ്റെ പടപ്പുകളെ മുറ്റപോയി അവരോട് കടപ്പാടുകൾ പറഞ്ഞുകൊണ്ട്, അവരോട് പ്രയാസങ്ങളെ പറഞ്ഞുകൊണ്ട്, അവരോട് ബുദ്ധിമുട്ടുകളെ ഇറക്കി വെച്ചുകൊണ്ട്, തൻ്റെ കഷ്ടപ്പാടുകളെ അവരോട് ധന്യമാക്കിക്കൊണ്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഒരുപാട് മുസ്ലിം സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടില്ലാതെ? എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഈ ലോകത്തിലേക്ക് ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചു വെച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ശക്തമായി താക്കീത് ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, നമ്മെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിലയച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഒരു തീരുമാനം നാം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ട പരിശ്രമം നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തൊരു പ്രയാസമാണ് നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ, എന്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മുസ്ലിം സമൂഹം ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ, ആ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ തൗഹീദിന്റെ ഉദ്ബോധനവുമായി കടന്നു വരുന്ന ഇസ്ലാഹി പ്രബോധകന്മാർ എത്രയാണ്. അവർ ഈ ലോകത്തിലേക്ക് കടന്നുകൊണ്ടുവന്ന് ഈ നാട്ടിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യമായ താക്കീത് അവർ ഈ ലോകത്തിലേക്ക് പഠിപ്പിക്കുമ്പോൾ
നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് അവർ താക്കീത് ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, അവർ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, യാതൊന്നിനെയും അവിടിലേക്ക് നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ആദർശത്തിന്റെ ഉത്ബോധനം ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ലോകത്തിന് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിലേക്ക് പങ്കു ചേർത്താൽ ഇന്ന ശിർക ലദുൽമുൻ അലീം, അള്ളാഹുവിലേക്ക് ഒരു അക്രമം ചെയ്താൽ, അള്ളാഹുവിലേക്ക് നൽകേണ്ട ആരാധനം അത് ഏതെങ്കിലും ഒരു മനുഷ്യനോടോ ഏതെങ്കിലും ഒരു സൃഷ്ടിയോടോ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ് ഇന്ന ശിർക ലദുൽമുൻ അലീം, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്നത് അത് വലിയൊരു അക്രമം തന്നെയാണ്, കേവലം ഒരു പാപമല്ല, അതൊരു പാതകം തന്നെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക്, കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് സാക്ഷി പറയാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ശിർക്കും ബിദ്അത്തും നമ്മെ നയിക്കുന്നത്. അതിനുവേണ്ടി സുഖലോലഭ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്ന മാർഗമാണ് തൗഹീദിന്റെ മാർഗം. ആ തൗഹീദിന്റെ മാർഗം പിൻപറ്റുക, എന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.